ആകാശ് തില്ലങ്കേരി ഓടിച്ച ജീപ്പ് അടിമുടി വ്യാജനെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി. വണ്ടി പൂർണ്ണമായി റീഅസംബിൾ ചെയ്തതാണെന്ന് പരിശോധനയിൽ വ്യക്തമായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജീപ്പിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ വയനാട് എൻഫോഴ്സ്മെന്റ് RTO മലപ്പുറം RTOയ്ക്ക് ശുപാർശ നൽകി. സൈന്യം ഉപയോഗിച്ചിരുന്നതാണ് ഈ ജീപ്പെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വയനാട്ടിൽ നിന്ന് അനഘ റീജ ഭരതൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അനഘ, മോട്ടോർ വാഹന വകുപ്പ് എന്തൊക്കെയാണ് ആകാശ് തില്ലങ്കേരിയുടെ ജീപ്പുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ പുതിയ വിവരങ്ങൾ? 2016 ഈ വണ്ടി ലേലത്തിൽ പിടിച്ച വ്യക്തി പഞ്ചാബിലാണ് ഈ വണ്ടി രജിസ്റ്റർ ചെയ്തത്. പിന്നീട് 2017 മലപ്പുറത്ത് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ഈ വാഹനം. അത് മാത്രമല്ല, ഈ ജീപ്പുമായി സ്റ്റേഷനിൽ ഹാജരായ ഷൈജലിനെ അടക്കം ഇന്നലെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നലെ രാവിലെയോടുകൂടിയാണ് ഈ വാഹനം ഷൈജൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയത്. പനമരം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആകാശ് തില്ലങ്കേരി ഈ ജീപ്പുമായി പനമരം നഗരത്തിലൂടെ ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ളൊരു നിയമം ലംഘിച്ചുകൊണ്ടുള്ളൊരു യാത്ര തന്നെ നടത്തിയത്. നമ്പർ പ്ലേറ്റ് അടക്കം ഉണ്ടായിരുന്നില്ല. ഈ നമ്പർ പ്ലേറ്റ് അടക്കം തിരികെ വെച്ചുകൊണ്ടാണ് ഈ വാഹനം എത്തിച്ചത്. മാത്രമല്ല, ഇതിന്റെ ടയർ അടക്കം രൂപമാറ്റം വരുത്തിയിരുന്നു. ഈ ടയറും മാറ്റിയാണ് ഇന്നലെ വാഹനം പനമരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. ഈ ടയറും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കൂളിവയലിലെ ഈ ഷൈജലിന്റെ ബന്ധുവീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഈ ജീപ്പ് അടിമുടി വ്യാജൻ എന്ന നിലയിൽ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. അനഘ, നമുക്കറിയാവുന്നതുപോലെ തന്നെയാണ് ഇപ്പോൾ ദിനം പ്രതിയുള്ള സംഭവമാണ് ഈ വാഹനങ്ങളിലുള്ള അഭ്യാസ പ്രകടനവും നിയമലംഘനങ്ങളും. അപ്പോൾ ഈ ആകാശ് തില്ലങ്കേരി ഓടിച്ച ഈ ജീപ്പ് മുഴുവൻ വ്യാജനാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തുമ്പോൾ തുടർ നടപടി എന്തായിരിക്കും ഇനി? തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് നിലവിൽ മോട്ടോർ വാഹന വകുപ്പ്. നിലവിൽ 9 കേസുകളാണ് ഈ ജീപ്പുമായി ഈ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 9 കേസുകൾ ഈ ജീപ്പിന്റെ ഓണറുടെ പേരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആകാശ് തില്ലങ്കേരിയുടെ ലൈസൻസ് അടക്കം പരിശോധിച്ചു വരികയാണ്. പക്ഷെ ആകാശ് തില്ലങ്കേരിയുടെ ലൈസൻസ് നിലവിൽ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ജീപ്പിന്റെ ഉടമസ്ഥന്റെ പേരിൽ നിലവിൽ 9 കേസുകളടക്കം RTO ചുമത്തിയിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. 45,500 രൂപ ഇത്തരത്തിൽ പിഴയും ചുമത്തിയിട്ടുണ്ട്. ഏതായാലും മറ്റു നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ആകാശ് തില്ലങ്കേരിയുടെ ലൈസൻസിന്റെ കാര്യങ്ങളടക്കം പരിശോധിച്ചു വരികയാണ് നിലവിൽ മോട്ടോർ വാഹന വകുപ്പ്. ഏതായാലും വാഹന ഉടമയ്ക്കെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 45,500 രൂപ നിയമലംഘനത്തിന് പിഴയും ഈടാക്കുന്നുണ്ട്. വ്യക്തമാണ്. എന്തായാലും ആകാശ് തില്ലങ്കേരി ഓടിച്ച ജീപ്പ് വ്യാജൻ എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. വണ്ടി പൂർണ്ണമായി റീഅസംബിൾ ചെയ്തതാണെന്നാണ് പരിശോധനയിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജീപ്പിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാനായി വയനാട് എൻഫോഴ്സ്മെന്റ് RTO മലപ്പുറം RTOയ്ക്ക് ശുപാർശ നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ സൈന്യം ഉപയോഗിച്ചിരുന്നതായാണ് ഈ ജീപ്പെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന് അനഘ റീജ ഭരതനാണ്.